ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പഞ്ചായത്തിലെ കോടാപറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ 11 വർഷമായി ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തിയായി മുന്നോട്ട് പോവുകയാണ്. 11 വർഷത്തിന് ശേഷമാണ് ഇവിടെ കളിയാട്ട മഹോത്സവം നടക്കാൻ വേണ്ടി പോകുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവമാണ്. അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് ആദ്യം ഈ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണാം. ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൺവീനർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാ കളിയാട്ട മഹോത്സവമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ദിനേശ് കുമാർ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ 11 വർഷത്തിന് ശേഷമുള്ള ഒരു കളിയാട്ട മഹോത്സവമാണ്? ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം? ഒരുക്കങ്ങളിൽ പരമാവധി എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ 11 വർഷക്കാലം ഈ മുടങ്ങിക്കിടക്കുന്ന ഉത്സവം നമ്മുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് 11 വർഷക്കാലം കളിയാട്ട മഹോത്സവം നടത്താൻ നമുക്ക് പറ്റിയില്ല. അതിൻ്റെയൊക്കെ കേട് തീർത്തുകൊണ്ട് എല്ലാ ജനങ്ങളും, നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഇരുന്നുകൊണ്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നാളെ വൈകുന്നേരം, നാളെ വൈകുന്നേരം, പിന്നെ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ നവചൈതന്യ മടപ്പുരയിൽ നിന്ന് കലവറ നടക്കൽ ഘോഷയാത്ര, നാളെ വൈകുന്നേരം പിന്നെ സാംസ്കാരിക സദസ്സുണ്ട്. അതുപോലെ തന്നെ മറ്റന്നാൾ ഞായറാഴ്ച ഇവിടുന്ന് പിന്നെ അച്ഛൻ വയത്തൂർ കാലിയാരുടെ സന്നിധിയിലേക്ക് ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. അത് ചടങ്ങ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിലേക്കും. അത് കഴിഞ്ഞ് അന്ന് തിരിച്ചെത്തി അന്ന് ഫുൾ ടൈം പിന്നെ ആഘോഷങ്ങളും തിറയാട്ടവുമാണ്. പിറ്റേ ദിവസം വൈകുന്നേരം രാത്രി ഉച്ചയോടുകൂടി തിരുമുടി ഉയരും ഭഗവതിയുടെ. അതിനുശേഷം വൈകുന്നേരം രാത്രിയോടുകൂടി സമാപിക്കും. ഏതെങ്കിലും പുല്ലൂറാളി, കണ്ണങ്ങാട്ട് ഭഗവതി, നരമ്പിൽ ഭഗവതി, ചാമുണ്ടി, വിവിധങ്ങളായ കുറേ തെയ്യങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പ്രധാനപ്പെട്ട നമ്മളെ ദൈവം എന്ന് പറഞ്ഞ മുച്ചിലോട്ട് ഭഗവതിയുടെ കളിയാട്ടം ആണ്. ഈ ഒന്നാം തീയതി ഒരു ഉച്ചയോടുകൂടി തിരുമുടി ഉയരും. തിരുമുടി ഉയരുന്ന രാത്രി ഒരു 10 മണിയോടുകൂടി ആറാടിക്കൽ അവസാനത്തെ ചടങ്ങ്. എല്ലാം ഭംഗിയായി നടക്കുന്നു. എല്ലാം ഭംഗിയായി. അന്നദാനത്തിൻ്റെ ഭാഗമായിട്ട് അന്നദാനപ്പുരയിൽ ഒരുപാട് പേര് ഇപ്പം തന്നെ പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഭംഗിയായി നടക്കട്ടെ. എന്താ പേര്? എൻ്റെ പേര് കുഞ്ഞിരാമൻ കോമരാണ്. നമ്മുടെ 11 വർഷത്തിന് ശേഷം നാടിനൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു നിമിഷം വന്നെത്തിയിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അതെ, അത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം അതിൽ ആരൂടം കരുവള്ളൂരാണ്. കരുവള്ളൂർ മുതൽ ഇങ്ങോട്ട് 108 മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കോടാപറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. അച്ഛൻ വയത്തൂർ കാലിയാരുടെ തീരത്തിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്കൊല്ലം ആദ്യം നമ്പറം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുത്തിരി കളിയാട്ടം കഴിഞ്ഞു തുലാമാസം. അതിനുശേഷം മറുപുത്തിരി ആയിരിക്കുന്ന കളിയാട്ടമാണ് കോടാപറമ്പിൽ. അപ്പോൾ 11 വർഷക്കാലം പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് അത് മുടങ്ങിക്കിടക്കുകയും ഇപ്പോൾ അത് പുനരുദ്ധാരണം കഴിഞ്ഞു, പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു. അതിനുശേഷം വരുന്ന കളിയാട്ടമാണ്. കളിയാട്ടം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു 7 മണിയോടുകൂടി കലവറ നടക്കൽ ഘോഷയാത്ര ഇവിടെ എത്തിച്ചേർന്നാൽ കളിയാട്ടം ആരംഭമാണ്. കളിയാട്ട ആരംഭത്തോട് അഷ്ടമംഗലം കൊടിയിൽ വെക്കുക, കുയ്യെടുപ്പ് തീമൂട്ടി കളിയാട്ടം ആരംഭം. ഇന്ന് കൂടിയാട്ടത്തോടുകൂടി തോറ്റം കളിയാട്ടം ആരംഭം കഴിഞ്ഞാൽ നാളെ രാവിലെ കണ്ണങ്ങാട്ട് ഭഗവതി, പുല്ലൂര് കാളി, 2 തെയ്യങ്ങൾ.
അതിനുശേഷം ഉച്ചത്തോറ്റം, രാത്രിയിൽ വെള്ളാട്ടങ്ങൾ, പുലിയൂർ കണ്ണൻ, തലച്ചിറവൻ അങ്ങനെ വെള്ളാട്ടങ്ങൾ, പിന്നെ അന്ത്യത്തോറ്റം. പിന്നെ മൂന്നാം ദിവസം രാവിലെ കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, അതിനുശേഷം ഉച്ചത്തോറ്റം. ആ ഉച്ചത്തോറ്റത്തിനാണ് ഇവിടുന്ന് വയത്തൂർ അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് പോകുന്നത്. അതിൽ തിരിച്ചു വരുമ്പോൾ ചോലി ഭഗവതി ക്ഷേത്രത്തിലും കയറി തിരിച്ചുവിടെ വരും. അതിന് രാത്രിയിൽ വെള്ളാട്ടങ്ങൾ, പുലിയൂർ കണ്ണൻ, പിന്നെ തലച്ചിറവൻ്റെ വെള്ളാട്ടങ്ങൾ, അതിൽ തെയ്യങ്ങൾ, അതിനുശേഷം അന്ത്യത്തോറ്റം. അന്ത്യത്തോറ്റം കഴിഞ്ഞാൽ കല്യാണപ്പന്തൽ എഴുന്നള്ളിക്കല് ഇവിടുന്ന് താഴെ ഭക്ഷണശാലയിൽ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുലർച്ചയ്ക്ക് 4 മണിക്ക് നരമ്പിൽ ഭഗവതി കഴിഞ്ഞാൽ കുടിയേൽത്തോറ്റം കഴിഞ്ഞാൽ പിന്നെ മേലേരി മൂട്ടി, കുടിയിൽ കൊടുത്തതിന് വെച്ചാൽ മേലേരി മൂട്ടി, പിന്നെ കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, വിഷ്ണുമൂർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാന്റെ നാരായണൻ്റെ പിന്നെ നരസിംഹ അവതാരം, അതാണ് വിഷ്ണുമൂർത്തി. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്ക് മുമ്പായിട്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി വരും. 11 വർഷത്തെ ഇടവേളക്ക് നമുക്ക് ഇത് വലിയ മഹാഉത്സവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മളിവിടെ പിന്നെ നിത്യവും വിളക്കെത്തിക്കലും എല്ലാം ചെയ്യുന്ന അന്നാണ്. പിന്നെ മാസത്തിലൊരു പ്രാവശ്യമുള്ള മുട്ട് എല്ലാം കർമ്മം ചെയ്യുന്നത് നമ്മളാണ്. അതുകൊണ്ട് എല്ലാം ഉഷാറായി വരണമെന്ന് വന്നു അങ്ങോട്ട് എല്ലാവരും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഇന്ന് മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ജാതി മത ഭേദമന്യേ ഇവരെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വന്ന് എല്ലാ സഹകരണവും ഏറ്റവും കൂടുതലായിട്ട് മാതൃവേദിയാണ് ഇവിടെ ഏറ്റവും വലുത്. ഭയങ്കരമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 12 വർഷത്തിൻ്റെ ഒരു ആഘോഷം വലിയൊരു ആഘോഷമായിട്ട് ജനങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞു. അന്നദാനമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനം. എല്ലാവർക്കും പെരുന്നാൾക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 4 ദിവസത്തെ പരിപാടി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വയത്തൂർ എഴുന്നള്ളിച്ച് വെക്കാം. വയത്തൂർ അമ്പലത്തിലേക്ക് ഇവിടുന്ന് എഴുന്നള്ളിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞായറാഴ്ച 30-ാം തീയതി അതെവിടെ എഴുന്നള്ളിച്ച് പോയിട്ട് പിന്നെ അവിടുന്ന് അച്ഛൻ്റെ അടുക്ക് പോയി അമ്മേൻ്റെ അടുക്ക് മുച്ചാട് ചോലി ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് അതുവഴി തീയഞ്ചേരി കോട്ടം എന്ന് പറയുന്നുണ്ട്, അതിലേക്ക് കൂടി വന്ന് അങ്ങനെയാണ് ഇവിടത്തേക്ക് വരുന്നത്. പള്ളീൻ്റെ അതിലേക്ക് കൂടി പള്ളീൻ്റെ അടുക്കുന്ന ചെണ്ട മുട്ടാൻ പാടില്ല വരുന്നത്. അതൊരു മത സൗഹാർദ്ദമാണ്. അതുപോലെ പോകുമ്പോൾ പള്ളീൻ്റെ അടുക്കുന്ന ചെണ്ട മുട്ടില്ല. അങ്ങനെയെല്ലാം ഇവിടുത്തെ ചടങ്ങുകൾ ഊട്ടിയുറപ്പിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ വയത്തൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ വെൽക്കല്ല് എത്തുന്നതാണല്ലേ. അത് വയത്തൂർ ഒരു വെൽക്കല്ലിവിടെ തന്നതാണ്. അപ്പോൾ അതെല്ലാം വലിയൊരു ഐതിഹ്യമാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മാതൃവേദിന്റെ പ്രസിഡന്റാണ് ഇയാള് സീത. ഒരുക്കങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ പണികളുണ്ട്, അതെങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഊട്ടുവരെ തന്നെയാണ് എല്ലാ പ്രവർത്തകരും. 55-60 ആളോളം ഉണ്ട്. എല്ലാവരും വൈകുന്നേരം നമ്മൾക്ക് എത്തും. വൈകുന്നേരം 4 മണിയാകുമ്പം കലവറക്കലുണ്ട്. ഘോഷയാത്രയോടുകൂടി വിളക്ക് ശേഷം സന്തോഷമുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാൻ. മാതൃവേദിയിലെ അംഗമാണ്. നമ്മളെ 11 കൊല്ലത്തെ സ്വപ്നാണിത്. അതൊന്ന് കൺകുളിർക്ക കാണണം. അതിന്റെ ത്രില്ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അമ്മേനെ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ വളരെ ഭയങ്കര ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ പേര്? സുമ. മാതൃവേദിന്റെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നല്ല പ്രവർത്തനമാണ്. നമ്മൾ പറ്റുന്ന എല്ലാ സഹായം നമ്മളെ ഭാഗത്ത് നിന്ന് മാത്രം ഗംഭീരമായിട്ട്. എന്താ പേര്? സതി. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി വരുന്ന സന്തോഷം. അപ്പോൾ മാതൃവേദിയുടെ എല്ലാവരും വളരെ ഒരു ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ആ ഒരു ഇതിലെ ഒരു ഉത്സവത്തിലേക്ക് വരുമ്പോൾ മുച്ചിലോട്ട ഭഗവതിയെ കൺകുളിർക്കെ കാണാൻ വേണ്ടി കണ്ണ് നിറഞ്ഞാണ് അവർ നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? ഞാൻ ഈ ക്ഷേത്ര ട്രസ്റ്റി ബോർഡിലെ ട്രഷറാണ്. അതുപോലെ തന്നെ ഉത്സവാഘോഷ കമ്മിറ്റിൻ്റെ പ്രസിഡന്റാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കലശക്കാരനായിട്ടുള്ള ആദ്യമായിട്ടുള്ള ചടങ്ങിലേക്ക് വരവാണ്. അപ്പം നീണ്ട 15 വർഷമായിട്ട് ഈ നിർമ്മാണ പ്രവൃത്തിയിലുണ്ട്. അപ്പം എല്ലാ ഭക്തജനങ്ങളെയും ഈ ആഘോഷ
ഈ ഉത്സവാകാശ വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ജാതി ഭേദം മറന്ന് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു. 3-4 ദിവസം നല്ല അന്നദാനമുണ്ട്. എല്ലാവരും വന്ന് ഉത്സവം നല്ല ഗംഭീരമാക്കി തരണമെന്ന് നാടിൻ്റെ ഉത്സവമായി എല്ലാവരും ക്ഷണിക്കുന്നു. നമസ്കാരമുണ്ട്. എന്താ പേര്? സന്തോഷം. നമ്മുടെ ക്ഷേത്രത്തിന്റെ വൈസ് ചെയർമാനാണല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ 4 ദിവസത്തെയും ഉത്സവം നടക്കുകയാണ്? ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. പിന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം, നാട്ടുകാരുടെ സഹകരണമുണ്ട്. എല്ലാം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാരെല്ലാം എല്ലാ സഹകരണമുണ്ട്. പിന്നെ നവീകരണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായി. എന്നാലും കുറേ പണികൾ ബാക്കിയുണ്ട്. പിന്നെ അതിനുള്ള ഫണ്ട് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ തന്നാൽ നിർമ്മിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കാണുന്ന ഭക്തർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോടാപറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒരു പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി, നവീകരണ പ്രവൃത്തികൾക്കായി എന്തെങ്കിലും ഫണ്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു നന്മ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ഉത്സവ സമയത്ത് ട്രൂ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഭക്തജനങ്ങൾ നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ നവീകരണ പ്രവൃത്തികൾ ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരവരുടെ സംഭാവനകൾ നൽകണമെന്നാണ് ഇവിടെ വൈസ് ചെയർമാൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവം നമ്മുടെ കണ്ണൂരാണ്, വടക്കേ മലബാറാണ്, ചരിത്രമുറങ്ങുന്ന വടക്കേ മലബാർ തെയ്യങ്ങളുടെ ഒരു നാടാണ്. അപ്പോൾ നമ്മുടെ ഈ മുച്ചിലോട്ട് ഭഗവതി, കോടാപറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിലേക്ക് ജാതി മതഭേദമന്യേ എല്ലാ ഭക്തരെയും ട്രൂ മീഡിയ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ എല്ലാ അധികൃതരും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ ഡോളമി മുണ്ടാനോടൊപ്പം ശ്രീവേഷ്കർ, ട്രൂ മീഡിയ കേരള.